ഒക്കെ പോയി ഫ്രണ്ട്സ്. ഒടുക്കത്തെ വഴി പോയി കണ്ട. ആകെ മഴ നനഞ്ഞു. എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാവുന്ന ആൾക്കാർ ഇരിക്കണണ്ട കണ്ടാ. അപ്പൊ നമ്മുടെ ഇവിടെ ഗുണ്ടാ ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. എന്താ ഗുണ്ടാ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ആണോ ജസ്റ്റ് നോക്കാം. എടുത്തോട്ടെ. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ റോയ്. ട്രാവൽ ട്രിക്കിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവമായിട്ടുള്ള ഗുണ്ടാ ചിക്കൻ. നിങ്ങൾക്ക് ഗുണ്ടാ ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഒക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഫുഡാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല അടിപൊളി മഴയൊക്കെയാണ്. ഒരു ഐഡിയ ഇല്ല എങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അടിപൊളി തന്നെ ജാതി മഴയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനൊക്കെ പോണത്. അറിയില്ല എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പരമാവധി ചെയ്ത് നോക്കാം. ബാക്കി എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാം, അതേ പറ്റുള്ളൂ. അപ്പൊ എന്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ശിവ, എബി എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്യാൻ പോണത്. എന്റെ ഹെൽപ്പേഴ്സ് ആണ്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മളൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ ഗുണ്ടാ ചിക്കന്റെ അതിന്റെ നമുക്ക് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ആദ്യം എടുത്തിരുന്നത് നമ്മുടെ മെയിൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ബിങ്കോസ് ആണ്. ബിങ്കോസ് എടുത്ത് കാണിച്ചേടാ. ബിങ്കോ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. കുറച്ച് പാല് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, പിന്നെ മറ്റേ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അപ്പൊ മീറ്റ് മസാല എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിന് ഈ ചിക്കനിൽ മീറ്റ് മസാല എന്ന് പറയുന്നത്. മീറ്റ് മസാല ഇടുമ്പോഴാണ് കറക്റ്റിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മീറ്റ് മസാല എടുത്താണത്. പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചിക്കൻ. പിന്നെ കുറച്ച് ചൊറുക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊരിക്കാനായിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഒരു ബാക്കി തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനും അതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നേരെ നമുക്ക് കുക്കിയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ചിക്കൻ വേവിക്കാറുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേവിക്കാനായിട്ട്. ആദ്യം തന്നെ കാലിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ നമ്മൾ അടച്ചു വെക്കുകയാണ് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. നമ്മുടെ ഗുണ്ടാ ചിക്കൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എല്ല് വരെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കണത് നമ്മുടെ പുളിയുടെ കമ്പാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ചിക്കൻ സെറ്റ് ചെയ്യണത്. എന്നിട്ടാണ് നമ്മൾ ഗുണ്ടാ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കോലൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. യെസ്. അപ്പൊ ഗായ്സ്, നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത് മോസറല്ല ചീസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഈ ഗുണ്ടൻ ചിക്കനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ എടുത്തേക്കണത് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. കുറച്ച് ഈ പാലിലേക്ക് നമ്മൾ വിനാഗിരി ഇട്ട് കൊടുക്കുമ്പോൾ അത് പിരിഞ്ഞ് കിട്ടും. അതാണ് നമ്മുടെ മോസറല്ല ചീസ് എന്ന് പറഞ്ഞ സംഭവം. കണ്ട എല്ലാവരും കണ്ട അതേപോലെ ഇങ്ങനെ പിരിഞ്ഞ് കിട്ടും. ഇതാണ് മോസറല്ല ചീസ് എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര റേറ്റ് ഒക്കെയാണ് പുറത്തൊക്കെ. ഇതാണ് സംഭവം. ഇതാണ് മോസറല്ല ചീസ്. അടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മോസറല്ല ചീസ്, ചിക്കൻ്റെ എല്ല്, ഉരുളക്കിഴങ്ങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഭാഗത്തേക്ക് പോകാം. ചിക്കൻ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമ്മുടെ വേവാൻ വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ആയി. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അടിപൊളി, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചിക്കൻ കിട്ടണം. ഇനി നമുക്കിത് എടുക്കാം. എൻ്റെ മൂന്ന് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണ്ട അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി. നമ്മൾ ചിക്കൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചത്. നമുക്ക് അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവണ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് തന്നെ പിച്ചി പൊടിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടാ ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് പിച്ചി പൊളിച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ്, വെന്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാൻ നന്നായിട്ട്. അപ്പം ഉരുളക്കിഴങ്ങ് എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ്റെ ചിക്കൻ വേവിച്ച അതേ വെള്ളത്തിലേക്കാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. വേറെ സ്പെഷ്യലായിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടൊന്നുമില്ല. അപ്പോഴാണ് ആ ചിക്കൻ്റെ ടേസ്റ്റ് ഈ ഉരുളക്കിഴങ്ങ് വന്നിട്ട് പിടിക്കുള്ളൂ. അതിനുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ ആട്ടുണ്ട്. നന്നായിട്ട് നല്ല ഉടഞ്ഞ് കിട്ടുന്ന രൂപത്തിലാവണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കേട്ടോ, സ്മാഷിന് രൂപത്തിലായിട്ടുണ്ട്. നന്നായിട്ട് അടച്ചെടുക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ്റെ കൂടെ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അതോടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷ് ചെയ്തിട്ടാണ് നമ്മുടെ ചിക്കൻ ഇതിൽ കൂടി ഒരുമിച്ച് ആക്കിയിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചോളൂ. അപ്പോൾ നമ്മൾ പരമാവധി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശരിക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് സ്മാഷ് ആയിട്ടില്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുഴക്കുക. വീണ്ടും ഇട്ട് കൊടുക്കുക. വീണ്ടും കുഴക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് ഉപ്പ് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാക്കി മസാലകൾ ഇടുന്ന വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മീറ്റ് മസാല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മീറ്റ് മസാല എന്തിനാണ് ചിക്കനിൽ ഇടുന്നതിന്? ചിക്കനിൽ മീറ്റ് മസാല ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങും നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോസറല്ല ചീസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സംഭവമാണ്. അതായത് പാലും വിനീഗറും ഒഴിച്ചിട്ട് എടുത്ത സംഭവമാണ്. ഇതിപ്പോൾ ഇങ്ങനെയാക്കി കിട്ടി നമുക്ക്. അതായത് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നര മിക്സ് ചെയ്ത് ഒന്നുകൂടി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ബ്രെഡ്, നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ഇടാൻ പോവുകയാണ്. നമ്മൾ വീട്ടിൽ വെച്ച് പൊടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ മിക്സിന്റെ സൗണ്ട് കേൾക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചാണത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ബ്രെഡ് ഇട്ട് കൊടുക്കുന്നതൊന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് ലൂസിലാണ് ചിറ്റിരിക്കുന്നത്. ഈ ബ്രെഡ് കയറുമ്പോൾ നമ്മുടെ കട്ടിയായിട്ട് നമ്മുടെ ഈ മിക്സ് കിട്ടും. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ചതിച്ചു മക്കളെ മഴ. എന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും എൻ്റെ എൻഡിങ്. പണി വരുന്നുണ്ടവറാച്ച.
ഒക്കെ പോയി ഫ്രണ്ട്സ്. ഒടുക്കത്തെ വഴി പോയി കണ്ട. ആകെ മഴ നനഞ്ഞു. എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാവുന്ന ആൾക്കാർ ഇരിക്കണണ്ട കണ്ടാ കണ്ടാ ഇരിക്കണൊക്കെ മുതലുകള്. ഇവന്മാരുടെ എന്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാര്. മഴ വന്നപ്പോ എന്നെ മറന്നു. ഈച്ചകളുടെ അവസ്ഥയിലായി കണ്ടാ. നമ്മള് ഫുഡ് കഴിക്കാൻ ഒരു ബ്ലോഗ് വന്നിട്ട് നമ്മള് പിക്കത്തെ ഒരു ബ്ലോഗ് ആക്കി മാറ്റിയത് അവസാനം. പണി തന്നു മച്ചാനെ. ഇതിരിക്കണോക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതാ. അപ്പൊ കാഴ്ച നമ്മള് വീണ്ടും വീട്ടിലേക്ക് വന്നേക്കണം. നമ്മുടെ ആദ്യത്തെ തട്ടേക്കത്തേക്ക് നമ്മള് വീണ്ടും വന്നു. ഇപ്പോഴും കണ്ടോ നന്നായിട്ട് മഴയൊക്കെ നമ്മുടെ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അവന്മാര് വീട്ടിൽ പോയി. അവന്മാര് ആകെ വെള്ളത്തിലേക്ക് ആകെ ഡ്രസ്സൊക്കെ മുഷിങ് കാണാൻ അവര് നേരെ വീട്ടിൽ പോയി. ഇനി ബാക്കി നമ്മുടെ ഗുണ്ടാച്ചിക്കന്റെ എല്ലാ കാര്യങ്ങളും ഇനി വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോഴും വന്നിട്ട് മഴ പെയ്യുന്നുണ്ട്. പുറത്ത് ഒരു ചാൻസ് ഇല്ല ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല, നമ്മൾ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മുട്ട ആവശ്യമുണ്ട്. നമ്മുടെ ഗുണ്ടൻ ചിക്കൻ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് മുട്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തേക്കണത്. ഓക്കെ റെഡി. അപ്പോൾ ഗായ്സ് നമ്മുടെ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാലില്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കാലില്ലേ, അതെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് വറക്കേണ്ട കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ ഈ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോലുമിക്ക് നമ്മുടെ കോലുമിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ എടുത്തിട്ട് കുറച്ചെടുക്കാം. ഇതേപോലെ എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ശരിക്കും ചിക്കൻ്റെ കാല് എങ്ങനെ ഇരിക്കുമോ അതെ ആ ഒരു ടേപ്പിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഇങ്ങനെ കിട്ടും. അതെ നമ്മുടെ അവസാനത്തെയും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമ്മുടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗുണ്ട ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇട്ടപ്പൻ അതേ കണ്ട അതിന് നേരം എടുത്തില്ല കേട്ടോ, പെട്ടെന്നായിട്ടുണ്ട്. ആ ബ്രെഡ് ഉള്ളതുകൊണ്ട് തോന്നുന്നു പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ ചാൻസ്. നമ്മുടെ ബ്രെഡും മുട്ടയൊക്കെ ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തുറന്ന് കിട്ടും. ചിലപ്പോൾ അധികം നേരം ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലിടാൻ നോക്കുക, സിമ്മിലിട്ടിട്ട് ചെയ്യാൻ നോക്കുക എപ്പോഴും, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഭാഗത്തൊക്കെ കരിഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ ഇത് കറക്റ്റായിട്ടുണ്ട്. മറിച്ചിടാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, കാണാൻ പറ്റും. ഇങ്ങനത്തെ രീതിയിൽ കിട്ടും നിങ്ങൾക്ക്. സിമ്മിലിട്ട് വറുത്തോളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് പയ്യൊന്ന് എടുക്കാതെ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് സാധനം കിട്ടും.
ഇനിയിപ്പോൾ നമ്മളെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഗുണ്ട ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇനി മാറ്റി വയ്ക്കാം. ഗായ്സ്, അപ്പൊ നമ്മുടെ ഗുണ്ടാ ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. എന്താ ഇതാണ് നമ്മുടെ സംഭവം, ഗുണ്ടാ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ടേസ്റ്റ് കാണാൻ ജസ്റ്റ് നോക്കാം. കൂടുതലാണ്, ഒത്തിരി ഉപ്പ് കുറവുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. ആ മോസറല്ല ചീസും പിന്നെ ബ്രെഡിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ നിൽക്കണേ. സൂപ്പറായിരുന്നു സംഭവം, എനിക്കിഷ്ടമായി. സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ റെസിപ്പിയാണ്, അധികം ചെലവൊന്നുമില്ല. ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ എല്ലാവരും പരമാവധി ചെയ്യുന്നത് അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ട് ഗുണ്ട ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു, വേറെ പ്രശ്നമൊന്നും കാണാനില്ല. അപ്പോൾ ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോണ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ സാധനം കൊടുത്തിട്ട് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അവരോടും ചോദിച്ചു മനസ്സിലാക്കാം. പിന്നെ നമ്മളിത്ര കഷ്ടപ്പെട്ടൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തോളൂ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തോളൂ. നമ്മുടെ പുതിയൊരു ഐറ്റമാണ്. കാരണം ബക്കറ്റ് ചിക്കനൊക്കെ വന്നപ്പോൾ ഭയങ്കര ട്രെൻഡാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രെൻഡാണിത്, നമ്മുടെ ഗുണ്ടാ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് കാണാത്തവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. അപ്പൊ ഗായ്സ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗുണ്ടാ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം അതേ അവർക്ക് കൊടുത്തിട്ട് അവരുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ കൊടുത്തു. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകളുടെ ഞാൻ പറയണ്ടല്ലോ കിട്ടുള്ളൂ. അപ്പൊ അത് എടാ സാധനം തീർന്നാ എബി അവിടെ ഹെൽപ്പേഴ്സാണ് ഇരിക്കണേ. എങ്ങനെയുണ്ട്? എടാ ഷിബിയെ പറഞ്ഞടാ. അടിപൊളി, സൂപ്പർ. ശിവയെ കാര്യമായിട്ട് പറയണ എന്തെങ്കിലും. എബിയെ ഹെൽപ്പറെ പറയടാ. നമ്മള് നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഓ ഇവ മാത്രം കറക്റ്റ് ആയിട്ട് പറയണേ. ഷാജേട്ടാ സൂപ്പർ, അടിപൊളി. ആൽവിയ പറയേ. അടിപൊളി സാധനം, സൂപ്പർ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം, അടിപൊളി. അമലുള്ളൂ പറയാനൊക്കെ കേട്ട്. വേറെ ആരെങ്കിലും പറയണ്ട. പാർത്തുന്ന ചണ്ടി. എടാ എനിക്കിത്തിരി എനിക്കൊന്ന്